എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനേ ഇന്നൊരു കാര്യം വിചാരിച്ചു. എന്തറിയോ, ഞാൻ ഈ മേക്കപ്പ് എന്ന് ഒരുപാട് ചെയ്യുന്നുണ്ടെന്നൊക്കെ എല്ലാവരും വിചാരം. അപ്പം ഞാൻ എന്തൊക്കെയാണ് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഇന്ന് കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അതിനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഞാൻ കുറച്ച് പൗഡർ ഉണ്ട്. ഞാൻ പൗഡർ ഇടാറുണ്ടായിരുന്നില്ല. ഇന്നലെ മേടിച്ചതാണ് വൈറ്റ് ടോണിൻ്റെ പൗഡർ. ഇതൊന്നും ഇട്ട് നോക്കാൻ വെച്ചിട്ടാ. വേറെ മേക്കപ്പിൽ മറ്റേ എന്താ പറയുക, ഫൗണ്ടേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല. അപ്പം അതിന് പകരം ഇത് ഇട്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് കുറച്ചെടുത്തിട്ട് ഇടുന്നു. കുറച്ച് ഞാൻ ഇടാറുള്ളൂ. എനിക്കൊന്നാമത് എൻ്റെ ഓയിലി സ്കിന്നാണ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, മെഴുക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരും. എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ ഇത് കുറച്ചിട്ടു. പിന്നെ നമ്മുടെ ഏറ്റവും എന്താ പറയുക, എനിക്കിഷ്ടമുള്ളത് കണ്ണെഴുതി കൊടുക്കുക. ഞാൻ ഈ സ്റ്റിക്ക് വെച്ചിട്ടാണ് കണ്ണെഴുതുന്നത്. ഇതിനധികം വിലയൊന്നുമില്ല. മറ്റേ എന്താ പറയുക, ഹൈടെക് ഡാസ്ലറിൻ്റെ അങ്ങനത്തെ ഒന്നുമല്ല, സാധാരണ വില കുറവിൻ്റെ ഒരു സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ എന്താ കണ്ണെഴുതും. ഇങ്ങനെ കണ്ണെഴുതിയിട്ട് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗം കൂടി ഇങ്ങനെ ഈ വാൽക്കണ്ണിൻ്റെ അവിടെ ഫില്ലായി കിട്ടും. പിന്നെ ഈ കണ്ണ് കൂടി എഴുതണം. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞു. ഞാൻ ഐബ്രോസ് ഇങ്ങനെ എന്താ പറയുക, ഒന്നിങ്ങനെ ബ്ലാക്ക് ഷെയ്ഡായിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ബ്ലാക്ക് 3 അത് പക്ഷെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടില്ല, വീട്ടിൽ വെച്ച് മറന്നുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ഒരാൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ മിണ്ടാണ്ട് നിൽക്കുക, ഒരു കാര്യം ചെയ്യണത് വീഡിയോ എടുത്തിട്ട് ഇടാനുള്ളതാണ്. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞത് വേറെ തുടങ്ങി. ഇനി നമുക്കൊരു പൊട്ട് തൊടാം. അമ്മ ചന്ദനം എടുത്തിട്ട് വന്നേ, ചന്ദനം എടുത്തിട്ട് വരും. അപ്പം ഞാനെപ്പോഴും വലിയ പൊട്ട് തന്നെയാണല്ലോ തൊടാറ്, അത് നിങ്ങൾക്കറിയാലോ. ഞാനൊരു കറുത്ത പൊട്ടാണ് ഹൈടെക്സിൻ്റെ, അത് കുത്തണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പൊട്ടിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പൊട്ട് കുത്തി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് കൂടെ കുത്താം. കുത്തി ഓക്കെ അല്ലേ. ഇനി കുറച്ച് ഇത് ചന്ദനമല്ല വാവിച്ച്, ചന്ദനം മേശയാണ് ഇരിക്കുന്നത്, മേശയാണ്. അത് കുത്തി ഈ പുരികം. പക്ഷെ എന്ത് ചെയ്യും, കറുപ്പിക്കാനായിട്ട് ഒന്നുമില്ല. ഞാൻ ഈ കല്യാണത്തിന് ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല, അത് കാരണം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അത്യാവശ്യം ഒരു ലിപ്സ്റ്റിക്കും കണ്ണെഴുതുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. തൽക്കാലം നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ കറുപ്പിച്ച് കൊടുക്കാം. ശരിയാവുമോ? അങ്ങനെ. പിന്നെന്താ, ചന്ദനം തൊടാം. ചന്ദനം എനിക്ക് മസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാലോ. ചന്ദനക്കുറി തൊടാണ്ട് തന്നെ കാണാറില്ലല്ലോ നിങ്ങൾ. അപ്പോൾ ഒരു ചന്ദനം തൊട്ട് കൊടുക്കാം. ചന്ദനം നമ്മളതെല്ലാം മാറിപ്പോയി. ചന്ദനം തൊട്ടു. വെള്ളം കുറവാണോ? ചന്ദനം തൊട്ടു. അത് കഴിഞ്ഞ് എന്ത്, സിന്ദൂരം വരയ്ക്കണം. സിന്ദൂരം എടുക്കട്ടെ കേട്ടോ. പുതിയതാ, കുത്തിയാൽ മതി, പൊട്ടിക്കാൻ പറ്റുന്നില്ലേ. പുതിയ ഡബ്ബയാണ് ഇന്നലെ മേടിച്ചതാണ്. അപ്പോൾ കുത്തി. അമ്മൂൻ്റെ വർത്താനാണ് കേൾക്കുന്നത്. അമ്മ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. സിന്ദൂരം വരയ്ക്കും. കുറച്ചുകൂടി ആക്കല്ലേ, അതുകൊണ്ട് സിന്ദൂരം
ഇതാണ് എൻ്റെ മേക്കപ്പ്. ഞാൻ ചെയ്യണ മേക്കപ്പ് ഇതാണ്. എല്ലാവരും വിചാരം ഞാൻ എന്തൊക്കെ ചെയ്യണാവോ എന്ന്. കണ്ടില്ലേ, ഇത് കമ്മലിടുന്നു കേട്ടോ. ഒരു ഇയർ ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ കമ്മലിട്ടിട്ട് കാണാൻ എവിടെയാണോ നമ്മൾ കമ്മലിട്ടു. ഇത്രയുള്ള പരിപാടി. ഇതാണ് ഞാൻ ആകെ ചെയ്യണ മേക്കപ്പ്. അതിന് ആൾക്കാരെ വിചാരം ഞാൻ എന്തൊക്കെ ചെയ്യണാവോ. തലയിൽ ഈരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ മുടി ഉണങ്ങിയിട്ടില്ല. മുടി കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടാം. അപ്പോൾ ഞാൻ ഇത്രയാണ് ആകെ ചെയ്യുന്നത്. പൗഡർ കുറച്ച് പോയിട്ടുണ്ട്. വേണേൽ കുറച്ച് പൗഡർ ഇടാം. എന്തായാലും മുഖത്തൊരു കളർ തോന്നുന്നുണ്ട് കേട്ടോ. ഈ പൗഡർ ഇടുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വള ഇട്ടിട്ടില്ലേ, വള കയ്യിലിടാം. അമ്മ ബാഗിലൊരു വളയുണ്ട്, അതൊന്നും എടുത്താൽ ഈ കയ്യിലിടാം. പിന്നെ സാരിയുടെ മാച്ച് വളയില്ല, എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇട്ടിട്ട് വന്ന വളയാണ് ഈ ഓറഞ്ച്. ഇതാ അതിൻ്റെ സിബിലുണ്ട് ഒരു വള. എനിക്ക് ഈ വള പക്ഷേ ഈ സാരിക്ക് മാച്ചല്ല. പക്ഷെ ഈ കയ്യിൽ വളയില്ല. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കല്ല് വള ഉള്ളിലുണ്ടാവും പോലെ നോക്കി. കല്ല് വള ഒരെണ്ണേ ഉള്ളൂ. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയ്ക്കുള്ളത്. സാരിയൊക്കെ മാറിയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ആകെ ഞാൻ ചെയ്യണം, മുഖത്ത് ചെയ്യണം മേക്കപ്പ്. മനസ്സിലായ? കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടും. അയ്യോ മറന്നുപോയി. ഒരു മിനിറ്റ്. ഇനി ലിപ്സ്റ്റിക്ക് എടുത്ത് ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലിടുന്നത് തിളച്ചെണ്ണ എന്തെന്നാണ് പറയാമോ, ഗ്ലിറ്ററാ, ഗ്ലോയിങ്ങിന് ഉണ്ടിട്ട് ഇടുന്നത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ചോദിക്കുന്നു. എല്ലാവരും കാണുക. എൻ്റെ ചാനലൊക്കെ കാണാത്തവർ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ചാനലൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് പൂവ് വയ്ക്കണം. പൂവ് അടുത്ത വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കുക. അത് എടുത്തിട്ട് വേണം. എന്തായാലും ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നത് യൂട്യൂബിൽ കാണാം. അപ്പോൾ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി സൺഡേ. ടാറ്റ.